നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാനെതിരായ കുറ്റപത്രം 14 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. മുത്തശ്ശി, പിതൃസഹോദരന്റെ ഭാര്യ, സഹോദരൻ, വനിതാ സുഹൃത്ത് എന്നിവരെയൊക്കെയാണ് പെരുമല സ്വദേശിയായ അഫാൻ എന്ന യുവാവ് കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പോൾ 45 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കുറ്റപത്രം സമർപ്പിക്കാനായി പോലീസ് സംഘം ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ഇനി ഇതിന് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം കുറ്റപത്രം സമർപ്പിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച് മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തിലാണ് അന്വേഷണ സംഘം ആയിരിക്കുന്നത്. ഏതാണ്ട് ഈ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നൊരു ദൗത്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഇനി അങ്ങനെ ഉണ്ടാകുമോ എന്ന് അറിയില്ല. എന്തായാലും കാര്യങ്ങൾ ഇതുവരെ എത്തി നിൽക്കുകയാണ്. 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. അപ്പൊ ഈ അന്വേഷണ സംഘമൊക്കെ ഈ കുടുംബത്തിന് കടബാധ്യതയും പണം തിരികെ ലഭിക്കാൻ സമ്മർദ്ദത്തിലാക്കിയവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ആപ്പ് വഴി അഫാന് പണം കടം നൽകിയവരൊക്കെ തിരിച്ചടവ് മുടങ്ങിയതോടെ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പോലീസ് ഏറ്റവും ഒടുവിലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഒരു 1.5 മാസം ചികിത്സ കഴിഞ്ഞ ഷെമി കഴിഞ്ഞ ദിവസമൊക്കെ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തുകയായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷമായിരുന്നു ഈ ഇളയ മകൻ മരിച്ച വിവരമൊക്കെ, അതായത് മൂത്ത മകനാണ് ഇത് ചെയ്തതെന്നും ഒക്കെ ഷെമിയെ ബന്ധുക്കൾ അടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിലവിൽ ഈ ഷെമി കഴിയുന്നത് സ്നേഹസ്പർശം സൈക്കോ സ്പെഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ തന്നെയാണ്. അനിസും റഹീം കഴിയുന്നത് പാങ്ങോട്ടുമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോ ഏകദേശം ഷെമി ആയിക്കോട്ടെ റഹീം ആയിക്കോട്ടെ ഇരുവരും ദുഃഖവും നിരാശയും ഒക്കെ കലർന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന്റെ ബാക്കി പത്രമായിട്ട് ഷെമിക്ക് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. രണ്ടുപേരുടെ സഹായത്തോടൊക്കെ മാത്രമേ എഴുന്നേറ്റ് നടക്കാനൊക്കെ ആവുകയുള്ളൂ. ആരെങ്കിലും ഒക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കണം. ഇപ്പോഴും വിറയലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് മകൻ അന്ന് എന്താണ് ചെയ്തതെന്നൊക്കെ ഷെമി പറയുന്നത്. അതായത് ഈ അഫാൻ 2 ദിവസം ഇവിടെ അസ്വസ്ഥനായിരുന്നു എന്നൊക്കെ ഷെമി പറയുന്നുണ്ടായിരുന്നു. കൂടാതെ അന്നത്തെ ദിവസം, അതായത് 24-ാം തീയതി തന്നെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിലേക്ക് എത്തിയിട്ട് എത്രയും വേഗം പണം അടച്ചിരുന്നുണ്ടെങ്കിൽ കുടുംബത്തെ ഒന്നാകെ നിർത്തി ചിത്രങ്ങൾ പകർത്തി അത് പത്രങ്ങളിലും മറ്റൊക്കെ കൊടുക്കുമെന്ന് ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായും ഈ അഫാൻ അയാൾക്ക് നേരെ കയർത്തു, അയാളെ മർദ്ദിക്കാനായി ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിലൊരു സംഭവത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ ഷെമീന അഫാനെ തടഞ്ഞു നിർത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം ആ ദിവസങ്ങളിൽ ഏകദേശം ഒരു 3-4 പേർക്ക് കടങ്ങളുടെ പേരിൽ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ വന്നത്. അപ്പോ ആ സമയം അങ്ങനെ ഒരു വിഷയം അവിടെ നടക്കുകയായിരുന്നു. അപ്പൊ അതിനു മുന്നേ തന്നെ ഈ അഫാന് ഓരോ ദിവസം 2000 രൂപ വീതം കൊടുക്കേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ അഫാൻ നിരന്തരം ഫോണിൽ ഗെയിമുകൾക്ക് അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ ഈ ഗെയിമുകൾക്ക് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലോൺ ആപ്പുകളെ ഈ അഫാൻ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അഫാൻ ഇതിലേക്ക് പൈസ കൊടുത്താണ് ഇത്രയും കടം കൂടിയതെന്നാണ് ഈ ഷെമീന പറയുന്നത്. അത് പലരിൽ നിന്നും കടം വാങ്ങി. കാരണം ഒരു ദിവസം തന്നെ 2000 രൂപയാണ് ഈ ആപ്പുകൾക്ക് വേണ്ടി, അതായത് ലോൺ ആപ്പുകളിൽ നിന്ന് എടുത്തതിന് അങ്ങോട്ടേക്ക് അടച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല നേരത്തെ തന്നെ അഫാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം 10,000 രൂപ പലിശ മാത്രം കൊടുക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത്രത്തോളം സാമ്പത്തിക ഞെരുക്കം ഇവർക്ക് വന്നു. അപ്പൊ ഷെമിയെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ പലരിൽ നിന്ന് പണം കടം വാങ്ങി ഈ അഫാന് കൊടുക്കുന്നു, ലോൺ എടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അങ്ങനെ പലതരത്തിൽ പലരും സഹായിക്കാനൊക്കെ ഈ ഷെമീന ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ ഒരു തരത്തിലും കഴിയുന്നില്ല. മുന്നോട്ട് ഈ പറയുന്ന കണക്ക് പൈസ ഇനി കിട്ടില്ല എന്നുള്ളൊരു സമ്മർദ്ദം അവരെ ഭയങ്കരമായിട്ട് വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവരുടെ വീട്, പെരുമലയിലെ വീട് ജപ്തി ഭീഷണിയിലാണ്. അപ്പൊ അവർക്ക് ആ വീട് എന്തായാലും വിൽക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഈ പറയുന്ന റഹീം ആയാലും പാങ്ങോട്ടുമ്മയുടെ വീട്ടിലാണ്, ഷെമി മറ്റൊരിടത്താണ്. അപ്പൊ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. കാരണം അവർക്കിനി എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഈ ഷെമി പറയുന്നുണ്ട് വീട് വിറ്റാൽ എല്ലാ ബാധ്യതയും തീർന്ന് മറ്റൊരു കുഞ്ഞു വീട് വാങ്ങാനുള്ള പണമൊക്കെ ഇവർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ ഈ അഫാൻ ഇത്തരത്തിലൊരു കടുങ്കൈക്ക് മുതിരുകയായിരുന്നു. അവിടെ അത്രത്തോളം അഫാനെ ഫോഴ്സ് ചെയ്ത എന്ത് വിഷയമാണ് ഉള്ളത്? ഷെമി തന്നെ പറയുന്നതാണ് ഈ തങ്ങളുടെ വീട് വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ തങ്ങൾക്ക് പണം കിട്ടും. ആ പണം ഉപയോഗിച്ച് വീണ്ടും ഒരു ചെറിയ വീട് അവർക്ക് വാങ്ങാം. അപ്പൊ അത്രത്തോളം ഒരു ഇതുണ്ടായിട്ട് പോലും അഫാൻ അതിനൊന്നും മുതിരാതെ പെട്ടെന്ന് തന്നെ എല്ലാവരും പ്രകോപനം കൊണ്ട് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ എന്താണ് ചിലപ്പോൾ ഗെയിമുകൾക്ക് അഡിക്റ്റ് ആയിട്ട്
അത്തരത്തിലൊരു പക്ഷെ അത് അത്തരത്തിലൊന്നും ഒരു ആ രീതിയിലൊന്നും അന്വേഷണം ഉണ്ടായിട്ടില്ല. പോലീസ് ആ തരത്തിലൊന്നും ഒരു അങ്ങനെ പറയുന്നില്ലല്ലോ. ആ രീതിയിലൊരു അതായത് ഓൺലൈൻ ഗെയിമുകളൊക്കെയാണ് ഈ അഫാൻ നടത്തിയിട്ടുള്ളത്. അപ്പം അഫാൻ കളിച്ച ഗെയിമുകൾ എന്താണെന്ന് നമുക്കറിയില്ല. പലരും ഈ ഗെയിമുകളിലൂടെ അത്തരത്തിൽ കൊല്ലുക അങ്ങനെയുള്ള പല ഗെയിമുകളൊക്കെ കളിച്ചിട്ട് അക്രമവാസന കൂടിയ പല റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അഫാൻ എന്ത് തരം ഗെയിമുകളാണ് അവിടെ കളിച്ചതെന്ന് നമുക്കറിയില്ല. കാരണം എന്തായാലും അതിനൊക്കെ പൈസ പേ ചെയ്തുകൊണ്ടാണ് ഈ ഗെയിമുകളൊക്കെ നടത്തിയിരുന്നത്. കാരണം അത്രത്തോളം അഡിക്റ്റ് ആയിരുന്നു അഫാൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്തും മറ്റുമാണ് ഈ ഗെയിം ആപ്പിൽ പൈസ അടച്ചുകൊണ്ട് ആ ഗെയിം പൂർത്തിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ വീണ്ടും തനിക്ക് അത്തരമൊരു ഗെയിം ഒന്നും ഇനി കളിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പണം അടയ്ക്കാൻ പറ്റാത്തതിന്റെ സമ്മർദ്ദം, അപ്പൊ എല്ലാം കൂടെ വരിഞ്ഞു മുറിക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മാനസിക നിലയിൽ എത്തിയതായിരിക്കാം. എന്റെ ഒരു ഊഹമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് തന്നെ ഒരു എന്താ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ആകെ സമ്മർദ്ദനായിരുന്നു ആ ദിവസം മൂന്ന് പേര്, അതായത് ബാങ്കുകാര്, തട്ടത്തുമലയിലെ വീട്ടുകാർക്ക് പൈസ കൊടുക്കണം, അങ്ങനെ ഏതാണ്ട് ഒരു 3 പേര് ആ ദിവസം കടം കൊടുക്കണം. അപ്പൊ ആ കാര്യത്തിലൊക്കെ അസ്വസ്ഥനായിരുന്നു. അപ്പൊ അതിനിടയില് മറ്റേ ബന്ധുക്കളുടെ വീട്ടിൽ പോയപ്പോ ഉണ്ടായ അപമാനം, അതെല്ലാം കൂടി പ്രഷർ കയറിയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് തിരിഞ്ഞത് എന്നാണ് അഫാൻ പറഞ്ഞു വെക്കുന്നത്. അതെ, ബന്ധുവായ സ്ത്രീക്ക് 2 ലക്ഷം രൂപ, പിന്നെ ജപ്തി ഒഴിവാക്കാനായി വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ വായ്പ, പിന്നെ ഈ ലോൺ ആപ്പിലെ പൈസ, അങ്ങനെ പലതരം കടങ്ങളൊക്കെ അന്നത്തെ ദിവസം തീർക്കാനുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഷമി പറയുന്നുണ്ട് തങ്ങളെ വീട് വിറ്റാൽ ഇത്തരം കടങ്ങളൊക്കെ തീർക്കാമായിരുന്നു. അപ്പോൾ അതിന് പല ബ്രോക്കർമാരെയും കൊണ്ടുവന്നെങ്കിലും അതിന് പെട്ടെന്ന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഇത്രയും പേര് കൊലപ്പെടുത്തുക എന്നുള്ള ഒരു കൃത്യം പ്രതി തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ വൈകി അത് മറ്റു പല അപകടങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതിന് ഏറ്റവും അഫാന് നിരന്തരമായി കോള് തലേന്ന് വന്നിരുന്നു എന്ന് ഈ ഷമി പറയുന്നുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് പറയാം, ഈ ലോൺ ആപ്പിൽ നിന്ന് കടമെടുത്തത് കൊണ്ട് അവർ നിരന്തരമായി വിളിക്കും, അവർ അങ്ങനെയാണ് കണ്ടിന്യൂസ്ലി വിളിക്കും. അപ്പൊ അത്തരത്തിൽ അഫാൻ 2 ദിവസം ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും അല്ലേ? അതെ, അപ്പൊ 2 ദിവസം അസ്വസ്ഥനായിരുന്നു. ഈ അസ്വസ്ഥനായിരുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കുഞ്ഞനുജനെയും ഉമ്മയെയും മുത്തശ്ശിയെയും പിതാവിന്റെ സഹോദരനെ ഭാര്യയൊക്കെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതെല്ലാം മാറുന്നതാണോ? ഒരിക്കലും. പക്ഷെ അപ്പൊ പിന്നെ ഈ അഫാൻ എന്തിനാണ് ഇത്തരത്തിലൊരു ടാർഗറ്റ്, അതില് എന്താ പറയാ, ടാർഗറ്റ് ഇങ്ങനെ നടത്തിയത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു പിടികിട്ടാത്ത ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും. എങ്ങനെ ഒരു 23-കാരൻ ഇത്രയും വലിയൊരു സൈക്കോ കില്ലേഴ്സിനെ പോലെ ആയി എന്നത്, അതും ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. പ്രീ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു, ആ ടൈമിൽ തോന്നിയ ഒരു ഇതാണ് അല്ലേ? പ്രീ പ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ ആ ടൈമിൽ തോന്നിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കയ്യിലുണ്ടായിരുന്ന പൈസക്ക് നേരെ ചുറ്റിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, മുളക് പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എലിവിഷം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് പ്ലാൻഡ് അല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇതൊരു ആസൂത്രണമായിട്ടുള്ള കൊലപാതകമാണ് എന്ന് പോലീസ് പറയുന്നത്. ഷമിയുടെ ബോധം പോയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഷമിക്ക് നേരെ നടക്കുന്നത്. പാതി ബോധത്തിൽ മാത്രമാണ് ഷമിക്ക് പലതും ഓർത്തെടുക്കാൻ കഴിക്കാൻ കൊടുത്തു എന്ന് പറയുന്നത്. അതെ, ചായ. കാരണം ഇവർ അന്നത്തെ ദിവസം ഒരുമിച്ച് 2 പേരും കൂടെ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചായ കുടിച്ചപ്പോഴേക്കും ഷമിക്ക് പകുതി ബോധം നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തിയിരുന്നു. ഇതിനിടയിലാണ് ഉമ്മ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ ഷോൾ മുറുക്കുന്നത്. അപ്പോഴേക്കും ബോധം പോയി. ഇതിനിടയിൽ തന്നെ ഷമിയുടെ ഉത്ബോധത്തിൽ ഷമിക്ക് തോന്നുന്നത്, ഞാൻ ഫർസാനെ വിളിച്ചിട്ട് വന്നതിന് ശേഷം ആശുപത്രിയിലേക്ക് പോകാമെന്ന് അഫാൻ പറയുന്നതായിട്ട് ഷമിക്ക് തോന്നിയെന്ന് ഷമി പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പ്രീ പ്ലാൻഡ് അല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പ്രതി ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. അത് ഷമിക്ക് എന്തോ മരുന്ന് പോലെ കൊടുത്തിട്ടുണ്ട്, ചായയിൽ കലർത്തി, അത് കാരണമാണ് ബോധം പോയെന്ന് ഷമി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്, അതല്ലാതെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്നൊരു പ്രകോപനം എന്നുള്ള രീതിയിൽ നമുക്കിത് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഇതിൽ എന്തൊക്കെയോ സത്യങ്ങൾ പുറത്തു വരാണ്ടത് ഉണ്ട്. പ്രത്യേകിച്ച് ആസൂത്രണം, അതിനെ സംബന്ധിച്ച് അന്വേഷണം ഇനി കുറ്റപത്രത്തിൽ എന്തായാലും വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമല്ലോ. കുറ്റപത്രത്തിൽ ഇതുവരെ വരാത്ത ഒരുപാട് വിവരങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ടാകും, ഒരുപാട് വിവരങ്ങൾ അതിലുണ്ടാകും. അപ്പോ കുറ്റപത്രം വരുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ഒരുപാട് വ്യക്തതകൾ വരും. അപ്പൊ എന്നാലും കുറ്റപത്രം വരുന്നത് വരെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. അതെ, 25 ലക്ഷം രൂപയുടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഷമി പറയുന്നത്. കൂട്ടത്തോടെ തങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യണമെന്ന് താൻ മക്കളോട് പറഞ്ഞിരുന്നില്ലെന്നും ഷമി ആവർത്തിക്കുന്നുണ്ട്. അതായത് വസ്തുക്കളൊക്കെ വിറ്റ് കടം തീർക്കാമെന്ന് അഫാനോട് പലപ്പോഴായിട്ട് ഷമി പറഞ്ഞു. പക്ഷെ വീട് വിറ്റാലൊക്കെ തീർന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴും അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അഫാനാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ലെന്നാണ് ഈ ഷമി പറയുന്നത്. അതിന്റെ ഇടയിൽ മറ്റൊരാളെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല.
അഫാന്റെ ഇതിന് ദൃക്സാക്ഷികളില്ല. അതാണ് ഏറ്റവും വലിയൊരു ഇത്. ആകെ ഒരു മുഖ്യ സാക്ഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഷെമി മാത്രമാണ്. അതുമല്ല അഫാൻ വന്ന് ഞാൻ കീഴടങ്ങി ഞാനാണ് കൊലപാതകം ചെയ്തത് എന്ന് പറയാതിരുന്നുവെങ്കിൽ ഇത് കണ്ട ആരുമില്ല. സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ എന്താ ഒന്നുമില്ല അല്ലെ. അതെ, ഇപ്പൊ നിലവില് ഷെമി മാത്രമേ ഉള്ളൂ ഏക സാക്ഷി എന്ന് പറയുന്നത്. മറ്റു ദൃക്സാക്ഷികളോ ആരും തന്നെ ഇതിലില്ല. അപ്പൊ തനിക്ക് ഓർമ്മയില്ലാതെ പോയത് കൊണ്ടാണ് അന്ന് എല്ലാം സംഭവിച്ചതെന്നാണ് ഷെമി ഇപ്പൊ വിലപിക്കുന്നത്. കാരണം ഷെമിക്ക് പാതി ബോധമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോ പലതൊക്കെ ഓർത്തെടുത്ത് മൈൻഡൊക്കെ ക്ലിയർ ചെയ്ത് വരുന്നത് ഇപ്പോഴാണ്. കാരണം നേരത്തെ നമുക്കറിയാം പല മൊഴികളും മാറ്റി പറഞ്ഞു. അത് അവരുടെ ആ സമയത്ത് ശാരീരിക പ്രശ്നം കൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത്. അല്ലാതെ അവർ മനഃപൂർവ്വം ഒരിക്കലും ചെയ്തതായിരുന്നില്ല. കാരണം തലയ്ക്ക് അത്രയ്ക്കും ആഘാതമേറ്റത് കൊണ്ടാണ് അവർ പലതും നേരത്തെ പറഞ്ഞതൊക്കെ പിന്നീട് മാറ്റി ക്ലിയർ ചെയ്ത് യഥാർത്ഥ കാരണം എന്താണ് എന്ന് അവർ പിന്നീട് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇനി കുറ്റപത്രം, അതാണ് ശരിക്കും നമ്മൾ ഇനി ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കടമ്പ എന്ന് പറയുന്നത് കുറ്റപത്രമാണ്. അതായത് എല്ലാ വിവരങ്ങളും പോലീസ് പുറത്തുവിടില്ലല്ലോ. ഇപ്പൊ അഫാന്റെ അമ്മ പ്രതികരിക്കുന്നതും അഫാന്റെ പിതാവ് പ്രതികരിക്കുന്നതിനും ഒരു പരിധി ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ കുറ്റപത്രം വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരും, ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും പുറത്തു വരും അല്ലെ. ഇതിനിടയ്ക്ക് റഹീം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അതായത് ഈ ലോൺ ആപ്പിൽ നിന്നൊക്കെ കടം ആപ്പുകൾ വഴി അഫാൻ വായ്പ എടുത്തിരുന്ന കാര്യമൊക്കെ ഈ പിതാവ് കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞതെന്ന് ആ പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുകൂടാതെ 15 ലക്ഷം രൂപ ഈ വീടിന്റെ വായ്പ തിരിച്ചടയ്ക്കാനായിട്ട് റഹീം അയച്ചു കൊടുത്തിരുന്നത്. പക്ഷെ അഫാൻ അത് അടച്ചിട്ടില്ലെന്ന് പിന്നീടാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അത്രയും ലക്ഷം രൂപയൊക്കെ പിന്നെ ഈ അഫാൻ എന്ത് ചെയ്തു? അതും ഈ ഗെയിമിൽ തന്നെയാണോ എല്ലാം ചെലവാക്കിയത്? അത്തരത്തിൽ എന്ത് ഗെയിമിന് അഡിക്റ്റ് ആയിട്ടാണ് ഈ പ്രതി വിഹരിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഈ പറഞ്ഞ കുറ്റപത്രം വരുമ്പോൾ മാത്രമേ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും അത് എത്രയും വേഗം സമർപ്പിക്കാനുള്ള തത്രപ്പാടിനാണ് പോലീസ് ആയിരിക്കുന്നത്.